Hi, Namaste, welcome back to my channel Vintrader. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല സ്കാൽപ്പിംഗ് സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിനെയും അതേപോലെ ഇന്നത്തെ ക്രൂഡ് ഓയിലും അതേപോലെ ഇന്നത്തെ സ്റ്റോക്കിൽ ബജാജ് ഫിനാൻസിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കയറിയ അപ് ട്രെൻഡിൽ നമ്മുടെ സോഫ്റ്റ് കാണിച്ച പെർഫോമൻസ്, അതേപോലെ സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അതിൽ എങ്ങനെ കറക്റ്റായിട്ടുള്ള എൻട്രി, എങ്ങനെ എക്സിറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ റിവേഴ്സൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, കറക്റ്റായിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ അടുത്ത ബ്രേക്കൗട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ്. നിഫ്റ്റിയിൽ വലിയൊരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്, മോർണിംഗ് ലെവലിലും ക്ലോസിംഗ് ലെവലിലും. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നലിൽ തരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ സൈഡ് വേസ് ഇൻഡിക്കേഷൻ എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് മോർണിംഗിൽ സെല്ല് വന്നു, സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് തന്ന റെഡ് കളർ ഡൗൺ ആറ് തന്ന സമയം 9:20 ആണ്. എൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സിഗ്നൽസ് വന്നപ്പോൾ കൺഫേം ആയിട്ട് എടുക്കാവും. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വരുന്ന സമയത്ത് ക്യാൻഡിൽ കളർ റെഡ് വേണം, താഴെ റെഡ് വേണം. അതിന് മുമ്പ് വന്ന ബൈ അവിടെ കൺഫേം അല്ല, കാരണം ഓറഞ്ചാണ്, താഴെ റെഡാണ്. അപ്പോൾ അത് കൺഫേം ആകാത്തതുകൊണ്ട് ട്രേഡ് വരില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ ലൈവ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. 15 മിനിറ്റ് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട് സിഗ്നൽ. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ്, താഴെ റെഡാണ്. കൺഫർമേഷൻ മാച്ച് അല്ല. ഇതിന് മുമ്പ് വന്ന ബൈ നമുക്ക് കണ്ടറിയാം, ഇവിടെ ഗ്രീൻ ഉണ്ട്, താഴെ ഗ്രീൻ ഉണ്ട്. 2 ലെവലും ഓക്കെ ആകുമ്പോൾ ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് നമുക്ക് ലൈൻ മാത്രമായിട്ട് കയറി താഴെ മാച്ച് ആകുകയും ചെയ്യാതിരിക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ബൈ ഇൻഡിക്കേഷൻ അവിടെ ഇല്ല. ട്രേഡ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. സോട്ട് അവിടെ കറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. ഇന്ന് മോർണിംഗിൽ നോക്കും മാർക്കറ്റ് കയറുന്നുണ്ട്, പക്ഷേ അത്ര ഒരു അപ് ട്രെൻഡ്, സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ റിവേഴ്സ് ചാൻസ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു ലെവൽ കൺഫേം ആകാത്തത്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ആയിരുന്നില്ല. മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഇറങ്ങി നമ്മൾ സപ്പോർട്ടിനെ അവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ താഴ്ത്തിറങ്ങി, നല്ല റിട്ടേൺസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ക്ലോസിംഗ് ലെവൽ നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 126 പോയിന്റോളം ലാസ്റ്റത്തെ ക്ലോസിംഗ് 3 മണിക്ക് ശേഷം വന്ന ബ്രേക്കൗട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് 1 മിനിറ്റിൽ നമുക്ക് 5 മിനിറ്റ്സ് ആണ് നമ്മൾ ഇൻട്രാഡേ, 1 മിനിറ്റിൽ നമ്മൾ സ്കാൽപ്പിംഗ് ആണ്. ഇപ്പോൾ ചെറിയ ട്രേഡുകളൊക്കെയാണ് നമുക്ക് മിനിറ്റ് വയസ്സിൽ അവിടെ എടുക്കാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 1 മിനിറ്റിൽ നോക്കിയിട്ട് വന്ന ട്രേഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇന്നത്തെ 1 മിനിറ്റിൽ നമുക്ക് നല്ലൊരു, ഇപ്പോൾ നമുക്ക് ക്ലോസിംഗ് ലെവലിൽ നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് 3 മണിക്ക് ശേഷം വന്ന ഡൗണിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് 100 പോയിന്റോളം മാർക്കറ്റ് ഡൗണിലേക്ക് അടിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ ബജാജ് ഫിനാൻസിൽ നോക്കുകയാണെങ്കിലും നമുക്ക് നേരത്തോട്ട് ബൈ പോകുന്നില്ല. ഈ ലാസ്റ്റ് വന്ന് 2 ദിവസത്തെ ട്രേഡിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ലാസ്റ്റ് നമുക്ക് ബൈ ഇൻഡിക്കേഷൻ തന്ന അപ്രോക്സിമേറ്റ് 11 o'clock ആണ്. ഇൻട്രാഡേക്കും സ്വിങ്ങിനും പറ്റിയ സ്റ്റോക്കാണ്. ഇതിൽ ലാസ്റ്റ് വന്ന ബൈ നമുക്ക് 11:02 നമുക്ക് കിട്ടിയ ട്രേഡാണ്. 10:45 9:74 നമ്മൾ ട്രേഡ് എൻട്രി പോയിന്റ് തന്നു, പക്ഷേ കൺഫേം ആയി നമ്മൾ ഇവിടുന്നാണ്. ഇന്നലെയാണ് കൺഫേം ആയി 9:71 നമ്മൾ ട്രേഡ് പോയത്. അപ്പോൾ നമുക്ക് 1024 നമുക്ക് നോക്കുകയാണെങ്കിൽ 49 പോയിന്റ്സോളം ബൈ കയറി നിൽക്കുകയാണ്, ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. അതേപോലെ എൽ&ടിക്ക് ഞാൻ നേരത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പെർഫോമൻസ് ഇട്ടുന്നത്. എൽ&ടിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ബൈ തന്നെയാണ്. നമുക്ക് ലാസ്റ്റത്തെ ട്രേഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് 3-ാം തീയതിക്ക് വന്ന ബൈ ട്രെൻഡിൽ നിന്ന് നമുക്ക് ഇപ്പോഴും 1 അവറിലെ പെർഫോമൻസ് ആണ്, ഇപ്പോഴും കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സോഫ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ടാർഗറ്റ് ഹിറ്റിന് ശേഷം ഇപ്പോഴും ബൈ കയറിക്കൊണ്ടിരിക്കുന്നു. താഴത്തെ ബാർ ഗ്രീനാണ്, ക്യാൻഡിൽ ഗ്രീനാണ്. നമുക്ക് ട്രെൻഡ്, നമുക്കിവിടെ ട്രെൻഡ് മാത്രമായിട്ട് നമുക്കിവിടെ ഡൗണിലേക്ക് ഇറങ്ങാൻ സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ എക്സിറ്റ് ചെയ്യ ലെവൽ നമുക്ക് 1 അവറിൽ തന്നിട്ടില്ല. 1 അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മാസം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് ആണ് 1 അവറിൽ തരുന്നത്. അപ്പോൾ ഇതിൽ താഴത്തെ ബാർ കളർ വെച്ച് നോക്കിയാൽ അറിയാം, നമുക്കവിടെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്. നമുക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാം. കറക്റ്റ് ബ്രേക്കൗട്ട് 3815 നിന്ന് പോയതാണ്. അവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 4172. നമുക്ക് ഇതിനു മുമ്പും ബൈ പോയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും മാർക്കറ്റൊന്നും ഇറങ്ങിയല്ലാണ്ട് നമുക്ക് ബൈ തന്നെയാണ്, കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്തൊക്കെ നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 27th ശേഷമാണ് മാർക്കറ്റ് ബൈ ട്രേഡിലേക്ക്. ഇടയ്ക്കൊന്ന് കുറച്ച് കയറിയ ശേഷം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ അവിടെ സ്വിംഗ് ട്രേഡിങ്ങിൽ അവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിരുന്നില്ല. അവിടെ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് കറക്റ്റ് പറഞ്ഞിരുന്നത്. അപ്പം സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഈ സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ലൈവ് പെർഫോമൻസ് ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലൈവ് പെർഫോമൻസ് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് ഫോം ഫില്ല് ചെയ്യാവുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.